ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തേ. ഈ ഒരു ഫോട്ടോ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യണതായിട്ട് എനിക്ക് വേണം. ലൈറ്റ് എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുവഴി കൂടുതൽ ലൈറ്റ് എമിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ സൺറൈസ് പോലെ, സണ്ണിൻ്റെ റൈസ് പോലെ അങ്ങനെ എന്തെങ്കിലും റൈസ് എമിറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റിൻ്റെ അകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കളർ റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതാണ് കളർ റേഞ്ച്. കളർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റിനെസ് സ്വല്പം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, എല്ലാ ഭാഗവും കയറി വരും. അപ്പം നമ്മൾ ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന ട്രാൻസ്പാരൻറ്റും വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒപ്പേക്കുമാണ്. അതായത് വൈറ്റ് ഉള്ള ഏരിയക്കകത്ത് നമുക്ക് എന്താണ് കൂടുതൽ ലൈറ്റ് കയറി വരും. ഇപ്പം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമേ ലൈറ്റ് വരുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇത്രയും ഭാഗം കൂടുതലുണ്ട്. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചായിരിക്കും അവിടെ ലൈറ്റ് എത്ര ഏരിയക്കകത്ത് വരുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം. കണ്ടോ ഇത്ര ഏരിയ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക്, ഇവിടെ നല്ല ലൈറ്റ് കൂടുതൽ വരണത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫസ്റ്റ്നെസ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അത്രയും കൂടുതൽ ഏരിയ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സാമ്പിൾഡ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സാമ്പിൾഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് പിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തേ. ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സെലക്ഷൻസ് കാണാൻ പറ്റും. കണ്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ടും നമ്മൾ കൊടുത്ത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ആയിട്ട് വരും. പക്ഷേ നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിലൊന്നും നമുക്ക് എന്താണ് കളർ വേണോ, നമുക്ക് ഇത്ര ഏരിയ മതി അല്ലേ. അത് നമുക്ക് പിന്നെ സോൾവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനു മുമ്പ് ഈ സെലക്ഷൻ ടൂൾ എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ലെയർ വയ കട്ട്. ഇപ്പം നോക്കിയേ, ലെയർ വയ കട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ മൊത്തത്തിൽ കിട്ടണം. മീൻസ് കണ്ടോ നമ്മൾ സെലക്ട് ചെയ്ത് അത്ര ഏരിയയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഒന്നും കൂടെ ഞാൻ പറയാം. അപ്പോൾ കൂടുതൽ ഏരിയയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, സെലക്റ്റിൻ്റെ അകത്ത് ഏത് കൊടുക്കാം, ഏതാണ് കളർ റേഞ്ച്. അപ്പോൾ ഇനി കൂടുതൽ ഏരിയ ഒരുപാട് കൂട്ടരുത്. നമുക്ക് ആവശ്യമുള്ള ഏരിയക്കകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഏരിയ മാത്രം നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം. കണ്ടോ ഇതിപ്പോൾ മൊത്തം ആയിപ്പോയി. ഇത് കുഴപ്പമില്ല, ഇരിക്കട്ടെ. ഞാൻ ഓക്കെ കൊടുത്തു. കണ്ടോ ഇപ്പോൾ ഈ സെലക്ഷൻ നോക്കിയത് നിങ്ങൾ കണ്ടോ ഇത്രയും ഭാഗം സെലക്ട് ആയി അല്ലേ. ഒന്നുകിൽ കൺട്രോൾ ജെ അടിക്കുക. കൺട്രോൾ ജെ അടിക്കുമ്പം കണ്ടോ ഇത്രയും ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ മനസ്സിലായി. ഇതിൽ നിന്നായിരിക്കും ഇനി നമ്മൾ ലൈറ്റ് എമിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ഭാഗത്ത് നിന്ന്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു സോളിഡ് കളർ ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, സോളിഡ് കളറിനെ വലിച്ചത് ഇതിൻ്റെ ഇടയിൽ ഇട്ട് നോക്കുക. കണ്ടോ സൂം ചെയ്ത് നോക്കുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിനങ്ങ് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ബ്ലർസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് നമുക്ക് ഒരു മോഷൻ ബ്ലർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ മോഷൻ ബ്ലർ കൊടുത്തത് ഇങ്ങനെ ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത് മൊത്തത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് കൊടുത്തു നോക്കാം. എഫക്റ്റിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഏത് കൊടുക്കാം, മോഷൻ ബ്ലർ ആദ്യം കൊടുത്തു നോക്കാം. മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ചെറുതായിട്ടൊരു ലൈറ്റ് വരുന്ന ഒരു ഫീലുണ്ട്. മോഷൻ ബ്ലർ അല്ലാതെ നമുക്ക് ബ്ലറിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, റേഡിയൽ ബ്ലർ ഉണ്ട്. കണ്ടോ റേഡിയൽ ബ്ലർ. അപ്പോൾ റേഡിയൽ ബ്ലർ ആകുമ്പോൾ അതിങ്ങനെ നമുക്കിതിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. റേഡിയൽ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. വലുതാക്കിയിട്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ഏതാണ് ബ്ലറിൻ്റെ അകത്ത് റേഡിയൽ ബ്ലർ മാക്സിമം ഇത് കൂട്ടുക. സ്പിന്ന് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയൽ ബ്ലർ ഇവിടെ വർക്കാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു ലൈറ്റ് ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഏതിലായിരുന്നു, ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഏതിലാണ് കൊടുത്തത്, ഏതിൻ്റെ അകത്താണ് കൊടുത്തത്, മോഷൻ ബ്ലറിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് സ്വല്പം കൂടെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഇതാണ്ടോ ഇപ്പോൾ ഇല്ല, ഈ ഏരിയയ്ക്ക് അകത്ത് നിന്നാണ് വരുന്ന ലൈറ്റ്. കണ്ടോ ഓക്കെ, കാരണം എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കൺട്രോൾ ജെ അടിക്കുക. 1 2 3 കണ്ടോ എത്രത്തോളം നമ്മൾ കൺട്രോൾ ജെ അടിച്ചു കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു ഏരിയക്കകത്ത് നമുക്ക് ലൈറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏതാ കൊടുത്ത മോഷൻ ബ്ലർ അല്ലേ. അപ്പോൾ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി, എനിക്ക് കളറിൻ്റെ ആ ഏരിയക്കകത്തൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയ സെലക്ട് ചെയ്യുക. അത് ഇവിടെ നിന്ന് വെച്ചിട്ട് ലൈറ്റ് ഏതൊക്കെ ഭാഗം വഴി വരണം, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന് മാത്രം. ഇവിടെ മാത്രം സെലക്ട് ചെയ്യുക, കൺട്രോൾ ജെ. ഇപ്പം നോക്കിയേ ഈ ഭാഗം മാത്രം കണ്ടോ. എന്നിട്ട് ഇനി അടുത്ത ഭാഗം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗവും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ മരം ടച്ച് ചെയ്യേണ്ട, മരം ടച്ച് ചെയ്യാതെ അടുത്ത ഭാഗം
സെലക്ട് ചെയ്യുന്നു Ctrl+J ഫോർ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഇത് രണ്ടും സെലക്ട് ചെയ്യുക, Ctrl+E. അപ്പോൾ എന്ത് പറ്റും, ഈ രണ്ട് ഭാഗവും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം, ഒരു മോഷൻ ബ്ലർ കൊടുത്തു നോക്കാം നമുക്ക്. കണ്ടോ, മോഷൻ ബ്ലർ ആകുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ലൈറ്റ്, കണ്ടോ. അപ്പോൾ ഒരുപാട് കൊടുക്കണ്ട, വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാം മോഷൻ ബ്ലർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ ബ്ലറും അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഈ മോഷൻ ബ്ലർ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, മോഷൻ ബ്ലർ ആയിരുന്നാലും അത് ഫ്രണ്ടിലോട്ട് വരണുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ചെറുതാക്കി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാം. അതേപോലെ കോൺട്രാസ്റ്റും ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് അവിടെ നിന്നൊരു ലൈറ്റ് വരുന്ന ഒരു ഫീൽ കിട്ടും. വീണ്ടും ഞാൻ Ctrl+J അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ടോ, അപ്പോൾ ആ ഒരു ബ്ലറ് എന്താണ് നമുക്ക് അത്രയും സൂട്ടബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് നമുക്ക് എല്ലാ ബ്ലറും നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് സ്മാർട്ട് ബ്ലർ നോക്കാം. സ്മാർട്ട് ബ്ലർ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, റേഡിയസ് കൂട്ടി, ത്രെഷോൾഡ് കൂട്ടി, ഓക്കെ എടുത്തു. ഉണ്ടോ, അതിനകത്ത് വലിയൊരു ഫീലേ ഇല്ല. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, റൈറ്റ് ക്ലിക്ക്, ഇതിനെന്ത് ചെയ്യാം, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. എന്തിനാണ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്നത്, നമുക്ക് വീണ്ടും വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്നത്. ഓക്കെ, വീണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഫിൽറ്റർ ബ്ലർ, അതിൻ്റെ അകത്ത് ഇപ്പോൾ മോഷൻ ബ്ലർ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. റേഡിയൽ ബ്ലർ ഒന്നും കൂടെ നോക്കാം. റേഡിയൽ ബ്ലർ ആക്കിയിട്ട് നമുക്കൊന്ന് ഓക്കെ എടുത്ത് നോക്കാം. കണ്ടോ, അത് ഇങ്ങനെയാണ് പോകുന്നത് ബ്ലർ. ഫിൽറ്റർ ബ്ലർ, പിന്നെ നമുക്ക് ഷേപ്പ് ബ്ലർ നോക്കാം. ഷേപ്പ് ബ്ലർ ഉണ്ടോ, ഇപ്പം മൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ റേഡിയസ് കുറച്ച് ദൂരം പോകുന്ന ഒരു ഫീൽ കിട്ടും. ഓണാക്കി കൊടുത്താൽ കണ്ടോ. ഇനി നമ്മളിവിടെ Ctrl+J അടിച്ച് നോക്കി കഴിഞ്ഞാൽ കാരണം ആ ഒരു ലൈറ്റ് വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അത് നമുക്ക് ഏകദേശം ശരിയാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലറല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ ഏത് ബ്ലറാണ് നമ്മളിപ്പോൾ കൊടുത്തത്, ഷേപ്പ് ബ്ലർ. നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഓഫ് ചെയ്യുക, എന്നിട്ട് Ctrl+J അടിക്കുക. 1 2 3 ഓക്കെ, എന്നിട്ട് Ctrl+T അടിച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വരെ വേണം ഇത് വരേണ്ടത് അതുവരെ ഇതിനെ മൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം എന്ത് ചെയ്യുക, ഒന്ന് ഡിസ്ട്രോട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റുന്ന രീതിയിൽ ഇതാ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടോ, അപ്പോൾ ആ ഒരു ലൈറ്റ് ഈ ഒരു ഏരിയക്കകത്ത് വരുന്ന ഒരു ഫീൽ കിട്ടും. ഞാനിത് ഓണാക്കി കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, മനസ്സിലായ സംഭവം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഒന്നും കൂടെ Ctrl+J അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 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 ആ ഭാഗത്ത് നിന്ന് ലൈറ്റ് വരുന്ന ഒരു ഫീൽ കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെല്ലാം സെലക്ട് ചെയ്തിട്ട് വീണ്ടും Ctrl+E, ആദ്യം റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് ടു റാസ്റ്ററൈസ് ലെയർ, റൈറ്റ് ക്ലിക്ക്, പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, റാസ്റ്ററൈസ് ലെയർ, ഇതിനെ ഇങ്ങോട്ട് മാറ്റാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യുക, ദെൻ റാസ്റ്ററൈസ് ലെയർ, സെലക്ട് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ, സെലക്ട് ചെയ്യുക, റാസ്റ്ററൈസ് ലെയർ. ഓക്കെ, ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ Ctrl+E അടിച്ചിട്ടൊന്ന് മെർജ് ചെയ്തു. കണ്ടോ, എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൻ്റെ അകത്ത് പോയിട്ട് കണ്ടോ, ഇവിടുത്തെ ബ്രൈറ്റ്നസ് ഞാൻ സ്വല്പം കൂട്ടി. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രൈറ്റ്നസ് വരുന്ന ഒരു ഫീൽ ഉണ്ട്. കോൺട്രാസ്റ്റ് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കൊന്നും കൂടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൽ ഇതിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് അങ്ങ് കുറയ്ക്കാം. ഒരുപാട് കുറയ്ക്കല്ല, സ്വല്പം. ഓക്കെ, ഫൈൻ. ഇപ്പം നോക്കി, ഇപ്പം ഇവിടെ നിന്നൊരു ലൈറ്റ് പറഞ്ഞ ഒരു ഫീൽ ഉണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പാസിറ്റി സ്വല്പം ഒന്ന് കുറയ്ക്കാം. ഇതിൻ്റെ അല്ല, ഇതിൻ്റെ ഒപ്പാസിറ്റി വളരെ മൈന്യൂട്ടായിട്ടൊന്ന് ഒപ്പാസിറ്റി കുറയ്ക്കാം. ഭയങ്കര ഒപ്പാസിറ്റി വേണ്ട, സ്വല്പം കുറയ്ക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ലൈറ്റിൻ്റെ ഫീൽ ഉണ്ടല്ലോ. ഇനി Ctrl+T അടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് എത്രയും ഭാഗം മൂവ് ചെയ്യണം അത്രയും ഭാഗം എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഏരിയക്കകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇത്ര ടോപ്പിൽ നിന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് കൊടുക്കാം. ഇല്ല, നിങ്ങൾക്കത് മാച്ച് കളയണമെങ്കിൽ മാച്ച് കളയാം. എന്ത് ചെയ്യുക, മാസ്ക് കൊടുക്കുക, വൈറ്റിന് ബ്ലാക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മാച്ച് കളയുക. നിങ്ങൾക്ക് എവിടെ നിന്ന് തൊട്ടാണ് ഇത് വരേണ്ടത് ആ ഒരു ഏരിയക്കകത്ത് മാത്രം, വരുന്ന ഏരിയക്കകത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ലൈറ്റ് വന്നാൽ മതി. കണ്ടോ, ഇവിടെ നിന്നാകുമ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് നിന്നാണ് ലൈറ്റ് വരുന്നത്. ഇനി നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുക, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, റാസ്റ്ററൈസ് ചെയ്യാം. ഡയറക്റ്റ് റാസ്റ്ററൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്, ദെൻ എന്ത് ചെയ്യുക, റാസ്റ്ററൈസ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓൾട്ട് ഹോൾഡ് ചെയ്ത് കോപ്പി ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഏത് ഭാഗത്തു നിന്നാണ് അടുത്ത ലൈറ്റ് വരേണ്ടത് അവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇങ്ങനെ കറക്കാം. കണ്ടോ,
ഇങ്ങനെ മൂവ് ചെയ്തിട്ട് അപ്പോൾ അവിടെ നിന്ന് വേറൊരു ലൈറ്റ് വരുന്ന ഒരു ഫീൽ കിട്ടും. വീണ്ടും ഞാൻ ഇതിനെ മൂവ് ചെയ്തു, കൺട്രോൾ ടി അടിച്ചു, വീണ്ടും ഞാനൊന്ന് കറക്കി ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് വേറെ ലൈറ്റ് വരേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് അതിനെ ഞാൻ വെച്ച് കൊടുത്തു. കണ്ടോ? അപ്പം ഇത്രയും ലൈറ്റ് വരുന്ന ഒരു ഫീല് നമുക്ക് ഇതേപോലെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലൈറ്റ് വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഏത് ലെയർ ആണെന്ന് പറഞ്ഞാൽ ആ ഒരു ലെയർ നമ്മൾ ഓൺ ഓഫ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്നുകിൽ കൺട്രോൾ ടി അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് സ്വല്പം കൂടെ മുകളിൽ നിന്ന് വരുന്ന ഫീൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് പിന്നെ ഒന്നും കൂടെ മാസ്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ മുകളിൽ നിന്ന് പറഞ്ഞൊരു ഫീൽ കൊടുത്ത് ഇപ്പോൾ 3 ലൈറ്റ്സ് 3 ഭാഗത്തു നിന്ന് വരണമുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ഇതിൽ സെലക്ട് ചെയ്ത് ഇതിൻ്റെ കളർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നമുക്ക് ഏതാ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഉണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലൈറ്റ്നെസ് ഇങ്ങനെ കുറയ്ക്കാം. ഒരു ലിമിറ്റ് വെച്ച് കുറയ്ക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായി പോകും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ ഇതായില്ലേ, ആ ഒരു കാട്ടിൽ നിന്ന് ആ ഒരു ലൈറ്റ് വരുന്നൊരു ഫീൽ വന്നില്ലേ. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗത്ത് കറക്റ്റായിട്ട് ലൈറ്റ് വരണുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലെയർ എടുത്തിട്ട് ഇപ്പം ഞാൻ ഒരു പുതിയ ലെയർ എടുത്ത് ഇതാണ് ലെയർ, ഞാൻ ലൈറ്റ് ഷാഡോ എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. തൽക്കാലം ഷാഡോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുത്തു. ഓക്കെ, ഷാഡോ എന്ന് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ബ്രഷ് ടൂൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതല്ലേ ലൈറ്റ് നമ്മളാ അല്ലേ. അപ്പോൾ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെയും കൂടെ കൂടുതലായിട്ടും ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തങ്ങ് വിടുക. ഓക്കെ, ഇപ്പോൾ ഇതൊരു വൃത്തികേടായിപ്പോയി, പക്ഷെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, സ്വല്പം ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്തു. നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണ് വയ്ക്കേണ്ടത് ആ പൊസിഷനിലേക്ക് ഞാനിതിനെ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്തു. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യുക, ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഗോസിയൻ ബ്ലർ. കണ്ടോ? പിടി കിട്ടുന്നുണ്ടോ സംഭവം എന്താണെന്ന്? ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റ് അവിടെ നിന്ന് അടിക്കുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എഫ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി. അതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കുറയ്ക്കാം, ഇൻറ്റൻസിറ്റി കൂട്ടാം, നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ ട്വീക്ക് ചെയ്തെടുക്കാം.